ബിസിനസ് മാനേജ്മെൻറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫങ്ഷണൽ ഓർഗനൈസേഷനാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോക്കകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിന് മുമ്പ് നമ്മൾ ഓർഗനൈസേഷൻ സ്ട്രക്ചറിലെ ലൈൻ ഓർഗനൈസേഷൻ, ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ മൂന്നാമത്തെ സ്ട്രക്ചറാണ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ. അപ്പോൾ ഈ വീഡിയോസിൻ്റെ എല്ലാ ലിങ്കുകളും, നേരത്തെ തയ്യാറാക്കിയ വീഡിയോസിൻ്റെ ലിങ്കുകൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തുണ്ട്. കൂടാതെ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് ടാപ്പ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെയും മറ്റ് സബ്ജക്റ്റുകളുടെയും വീഡിയോസ് ലഭിക്കുന്നതാണ്. എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്കത് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ കമൻറ്റ്സ് താഴെ നൽകണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യാം. ഫങ്ഷണൽ ഓർഗനൈസേഷൻ എന്നാൽ എന്താണെന്ന് ആദ്യം നോക്കാം. ഫങ്ഷണൽ ഓർഗനൈസേഷൻ ഈസ് ഇൻ ബിറ്റ്വീൻ ലൈൻ ആൻഡ് സ്റ്റാഫ് അതോറിറ്റി. ലൈൻ അതോറിറ്റിയുടെയും സ്റ്റാഫ് അതോറിറ്റിയുടെയും ഇടയിൽ കിടക്കുന്ന ഒന്നാണ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. സ്പെഷ്യലിസ്റ്റ് ആർ അപ്പോയിൻറ്റഡ് ഇൻ ടോപ്പ് പൊസിഷൻസ് ത്രൂ ഔട്ട് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനുടനീളം ടോപ്പ് പൊസിഷനുകളിലെല്ലാം തന്നെ സ്പെഷ്യലിസ്റ്റുകൾ അപ്പോയിൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വേരിയസ് ആക്ടിവിറ്റീസ് ഓഫ് ദ എൻ്റർപ്രൈസ് ആർ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ഫങ്ഷൻസ് ലൈക്ക് പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, ഫിനാൻസ് എക്സെട്ര. ഒരു എൻ്റർപ്രൈസിൻ്റെ, ഒരു സ്ഥാപനത്തിൻ്റെ വിവിധ ആക്ടിവിറ്റീസിനെ അവർ ഫങ്ഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഏതുപോലെ പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, ഫൈനാൻസ് പോലെ വിവിധ ഫങ്ഷനുകളാക്കിയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ദീസ് ഫങ്ഷൻസ് ആർ പുട്ട് അണ്ടർ ദി ചാർജ് ഓഫ് സ്പെഷ്യലിസ്റ്റ്. അങ്ങനെ ഓരോരോ ഫങ്ഷനുകളും ഓരോരോ സ്പെഷ്യലിസ്റ്റിൻ്റെ അധികാരത്തിന് കീഴിൽ, ചാർജിൽ കീഴിലാക്കുന്നു. ഓരോ സ്പെഷ്യലിസ്റ്റിന് അതിൻ്റെ ചാർജ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. A functional head can give directions throughout the organization related with his function. ഇതിൻ്റെ ഒരു വലിയൊരു സവിശേഷതയാണത്. ഒരു ഫങ്ഷണൽ ഹെഡിന്, നമ്മൾ പറഞ്ഞൊരു സ്പെഷ്യലിസ്റ്റിനാണ് ഇതിൻ്റെ ചാർജ് കൊടുക്കുന്നതെന്ന്, അവർ ആ ഒരു ഫങ്ഷണൽ ഹെഡിന് ഡയറക്ഷൻസ് കൊടുക്കാൻ പറ്റും ത്രൂ ഔട്ട് ദ ഓർഗനൈസേഷൻ റിലേറ്റഡ് വിത്ത് ഹിസ് ഫങ്ഷൻ. അയാളുടെ ആ ഒരു ഫങ്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന ഏതൊരു കാര്യത്തിനും ഓർഗനൈസേഷനിലുടനീളം ഡയറക്ഷൻസ് കൊടുക്കാൻ പറ്റും. അല്ലാതെ ആ ഒരു ഫങ്ഷണലിൽ അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രമല്ല അയാൾക്ക് ഓർഡർ ചെയ്യാനോ മറ്റുള്ള അധികാരമുള്ളത്. അയാളുടെ ഫങ്ഷൻ നടന്നു കിട്ടാൻ വേണ്ടി എവിടേക്കാണോ അയാൾക്ക് ഇടപെടാൻ പറ്റുക അവിടെയെല്ലാം അയാൾക്ക് ഇടപെടാവുന്നതാണ്. ദാറ്റ് മീൻസ് സബോർഡിനേറ്റ്സ് വിൽ ഗെറ്റ് ഓർഡേഴ്സ് ആൻഡ് ഡയറക്ഷൻസ് ഫ്രം ഡിഫറെൻറ്റ് ഫങ്ഷണൽ സ്പെഷ്യലിസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് എന്താ തീർച്ചയായിട്ടും ഉണ്ടാവുക? സബോർഡിനേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഓർഡേഴ്സും ഡയറക്ഷൻസും വിവിധ ഫങ്ഷണൽ സ്പെഷ്യലിസ്റ്റിൽ നിന്നും കിട്ടും. ഇപ്പം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൊഡക്ഷൻ മാനേജറെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷണൽ ഹെഡിനെ സംബന്ധിച്ചിടത്തോളം, ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു കാര്യം നടക്കാനുണ്ടെങ്കിൽ അവിടുത്തെ സബോർഡിനേറ്റിനോട് അവർക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. അപ്പം ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ സബോർഡിനേറ്റിനെ സംബന്ധിച്ചിടത്തോളം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഓർഡർ ലഭിക്കുന്നുണ്ട്. പോരാതെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അവിടെ നിന്നുള്ള ഓർഡറുകളും ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന്, ഒന്നിൽ കൂടുതൽ ഹെഡുകളിൽ നിന്ന് ഡയറക്ഷൻസും ഓർഡേഴ്സും സബോർഡിനേറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. The whole activities of the enterprise are divided into different functions like marketing, finance, personnel, etc. മുഴുവൻ ഫങ്ഷനും ഈ ഒരു ഫങ്ഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചറിനകത്ത് ഓർഗനൈസേഷൻ്റെ മുഴുവൻ ആക്ടിവിറ്റീസിനെയും ഫിനാൻസ്, മാർക്കറ്റിംഗ്, പേഴ്സണൽ എന്ന പോലെ വിവിധ ഫങ്ഷനുകളാക്കിയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെയോ ഫങ്ഷണൽ ഓർഗനൈസേഷൻ ഈസ് എ കോംപ്ലക്സ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ. വളരെ കോംപ്ലക്സ് ഫോമിലുള്ളൊരു ഓർഗനൈസേഷൻ സ്ട്രക്ചറാണിത്. വെൻ കമ്പയർ ടു ലൈൻ ഓർഗനൈസേഷൻ ആൻഡ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ രണ്ടെണ്ണമാണ് ഇത്, ലൈൻ ഓർഗനൈസേഷനും ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷനും. അതുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പം ഇത് കുറച്ചും കൂടെ കോംപ്ലക്സ് ആണ്. There is a specialization in functional organization and each specialized function is entrusted to a functional expert or specialist. ഇവിടെ ഫങ്ഷണൽ ഓർഗനൈസേഷനകത്ത് സ്പെഷ്യലൈസേഷൻ ഉണ്ട്. ഓരോ സ്പെഷ്യലൈസ്ഡ് ഫങ്ഷനും ഓരോരോ ഫങ്ഷനെയും അതിൻ്റെ ആക്ടിവിറ്റീസിൻ്റെ രൂപത്തിൽ നമ്മൾ ഓരോരോ ഗ്രൂപ്പാക്കി തിരിക്കുന്നുണ്ട്. അങ്ങനെ ഓരോരോ സ്പെഷ്യലൈസ്ഡ് ഫങ്ഷനും ഒരു ഫങ്ഷണൽ എക്സ്പേർട്ടിന്, ഒരു സ്പെഷ്യലിസ്റ്റിനെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതത് മേഖലകളിൽ എക്സ്പേർട്ട് ആയിട്ടുള്ളവർക്കാണ് അതിൻ്റെ ചാർജ് കൊടുക്കുന്നത്. സോ ഫങ്ഷണൽ എക്സ്പേർട്ട് അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റ് അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു ഫങ്ഷന് സ്പെഷ്യലൈസേഷൻ സാധ്യമാവും, വിശേഷവൽക്കരണം ഉണ്ടാവും. In this type of organization, the line executive receives instructions not only from his line boss but also from one or more specialists. അപ്പോൾ ഈ ഒരു ഓർഗനൈസേഷനകത്ത് ലൈൻ എക്സിക്യൂട്ടീവ്സിന്
ഇൻസ്ട്രക്ഷൻസ് ലഭിക്കുന്നത് അയാളുടെ ലൈൻ ബോസിൽ നിന്ന് മാത്രമല്ല, മറിച്ച് ഒന്നിൽ കൂടുതൽ സ്പെഷ്യലിസ്റ്റിൽ നിന്നും ഓർഡർ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ യൂണിറ്റി ഓഫ് കമാൻഡ് എന്നുള്ള പ്രിൻസിപ്പിൾ ഇവിടെ വയലേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന പ്രത്യേകത. അപ്പോൾ യൂണിറ്റി ഓഫ് കമാൻഡ് വയലേറ്റ് ചെയ്യുന്ന ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. Under the system, the principle of unity of command is not observed as a single worker has to get instruction from more than one specialist. അപ്പം ഈ സിസ്റ്റത്തിനകത്ത് യൂണിറ്റി ഓഫ് കമാൻഡ് എന്നുള്ള പ്രിൻസിപ്പിൾ അനുസരിക്കപ്പെടുന്നില്ല. അത് കാരണം ഒരു വർക്കർക്ക് ഒന്നിൽ കൂടുതൽ ആളുകളിൽ നിന്ന് സ്പെഷ്യലിസ്റ്റിൽ നിന്നും ഇൻസ്ട്രക്ഷൻ കിട്ടുന്നതുകൊണ്ട് അതിവിടെ ഫോളോ ചെയ്യുന്നില്ല. In this type of organization, more importance is given to staff specialist or functional expert. ഇത്തരം ഓർഗനൈസേഷനുകളിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സ്റ്റാഫ് സ്പെഷ്യലിസ്റ്റുകൾക്കാണ് അല്ലെങ്കിൽ ഫങ്ഷണൽ എക്സ്പേർട്ടുകൾക്കാണ് ഇവിടെ ഇമ്പോർട്ടൻസ് ഉള്ളത്. ദ ഫങ്ഷണൽ എക്സ്പേർട്സ് ആർ ഗിവൺ ഈവൻ സം ലൈൻ അതോറിറ്റി. അവർക്ക് ചില ലൈൻ അതോറിറ്റിയും കൂടെ ഉണ്ട്. ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷനകത്ത് അവിടെയുള്ള സ്റ്റാഫ് എന്ന് പറയുന്നത് സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു, പക്ഷെ അവർക്ക് യാതൊരുവിധ അധികാരങ്ങളും ഉണ്ടായിരുന്നില്ല. അതേസമയം ഇവിടെ ഫങ്ഷണൽ എക്സ്പേർട്ടിന് ഇത്തിരി അതോറിറ്റിയൊക്കെ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ദർ ആർ 3 ടൈപ്സ് ഓഫ് അതോറിറ്റി റിലേഷൻഷിപ്പ്. ഇവിടെ 3 തരത്തിൽ അതോറിറ്റി റിലേഷൻഷിപ്പ് ആണുള്ളത്. ലൈൻ അതോറിറ്റി റിലേഷൻഷിപ്പ്, സ്റ്റാഫ് അതോറിറ്റി റിലേഷൻഷിപ്പ്, ദെൻ ഫങ്ഷണൽ അതോറിറ്റി റിലേഷൻഷിപ്പ്. Under this type, the executive have to perform limited number of operations. ഇതിനകത്ത് എക്സിക്യൂട്ടീവ്സിന് ലിമിറ്റഡ് നമ്പർ ഓഫ് ഓപ്പറേഷൻസ്, ചുരുങ്ങിയ എണ്ണം പ്രവർത്തനങ്ങൾ മാത്രമേ പെർഫോം ചെയ്യേണ്ടതുള്ളൂ. അവിടെ സ്പെഷ്യലിസ്റ്റും കൂടെ ഉള്ളതുകൊണ്ട് അവരും കൂടെ ബാക്കി കാര്യങ്ങൾ ചെയ്യും എന്നുള്ളതാണ്. ദെൻ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെ സ്പെഷ്യലൈസേഷൻ സാധ്യതയെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. നമുക്കതിൻ്റെ ഫീച്ചറായിട്ട് പറയുന്ന കാര്യങ്ങളിൽ നിന്ന് തന്നെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എടുത്ത് പറയാൻ പറ്റുക. നമ്മൾ ഫീച്ചറിനകത്ത് അഡ്വാൻറ്റേജോ ഡിസഡ്വാൻറ്റേജോ എന്നുള്ളത് വ്യത്യാസമില്ലാണ്ട് അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും മുഴുവൻ ക്യാരക്ടറിസ്റ്റിക്സും മുഴുവൻ നേച്ചറും നമ്മളവിടെ പറയുന്നു മാത്രം. അതിൽ നിന്നും ഗുണകരമായിട്ടുള്ളതിന് മാറ്റി പറയുമ്പോഴാണ് അത് അഡ്വാൻറ്റേജ് ആവുന്നതും ഡിസഡ്വാൻറ്റേജ് ആവുന്നതും. ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ അതിൽ നിന്നും ഇത് രണ്ടും നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. Then specialization. Experts are appointed at a management level. So the advantage of specialization are benefited for the entire organization. മാനേജ്മെൻറ്റ് ലെവലുകളിലെല്ലാം തന്നെ എക്സ്പേർട്ടുകളെയാണ് അപ്പോയിൻ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ സ്പെഷ്യലൈസേഷൻ്റെ അഡ്വാൻറ്റേജ് മുഴുവൻ ഓർഗനൈസേഷനും കിട്ടും എന്നുള്ളതാണ്. സ്റ്റാൻഡർഡൈസേഷൻ. ഡ്യൂ ടു സ്പെഷ്യലൈസേഷൻ ദേ ക്യാൻ പ്രൊഡ്യൂസ് സ്റ്റാൻഡേർഡ് പ്രോഡക്ട്സ്. സ്പെഷ്യലൈസേഷൻ ഉള്ളതുകൊണ്ട് തന്നെ അല്ലേ ഒരു പെർട്ടിക്കുലർ ഫീൽഡിൽ എക്സ്പേർട്ടാണ്. അപ്പം അതിൽ മാക്സിമം ക്വാളിറ്റിയുള്ളൊരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ മാക്സിമം ലെവലിലുള്ളൊരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പെഷ്യലൈസേഷൻ ഉള്ളതുകൊണ്ട് തന്നെ സ്റ്റാൻഡേർഡ് പ്രോഡക്റ്റ്സ് ആയിരിക്കും ഉണ്ടാവുക. Then maintenance of higher efficiency. The workers are getting directions from expert. So higher efficiency can be achieved. ഇവിടെ എക്സ്പേർട്ടുകളിൽ നിന്നാണ് നമുക്ക് ഡയറക്ഷൻസ് വർക്കേഴ്സിന് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഹയർ എഫിഷ്യൻസി, നല്ല കാര്യക്ഷമത ഉണ്ടായിരിക്കും. അത് സ്ഥാപനത്തിന് നിലനിർത്താൻ സാധിക്കും എന്നുള്ളതാണ്. ഓവർലോഡ് ഓഫ് വർക്ക്. The entire work is divided into various functions and is assigned to different functional expert. മുഴുവൻ ഫംഗ്ഷനുകളും മുഴുവൻ വർക്കുകളും പല ഫംഗ്ഷനുകളാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് തന്നെ ഓരോരോ ഫംഗ്ഷൻ എക്സ്പേർട്ടുകൾക്ക് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ മാനേജേഴ്സ് ആർ നോട്ട് ഓവർലോഡഡ് വർക്ക്. മാനേജേഴ്സിന് വലിയ വർക്ക് ഓവർലോഡൊന്നും ഉണ്ടാവില്ല. മാസ് പ്രൊഡക്ഷൻ. മാസ് പ്രൊഡക്ഷൻ ഈസ് പോസിബിൾ ഡ്യൂ ടു സ്പെഷ്യലൈസേഷൻ ആൻഡ് സ്റ്റാൻഡർഡൈസേഷൻ അല്ലേ. ഇവിടെ എക്സ്പേർട്ടുകൾ ഉള്ളതുകൊണ്ട് സ്പെഷ്യലൈസേഷൻ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു, സ്റ്റാൻഡർഡൈസേഷനും ഉണ്ട്. അതുകൊണ്ട് തന്നെ വൻ തോതിൽ പ്രൊഡക്ഷൻ നമുക്ക് സാധ്യമാവും എന്നുള്ളതാണ്. ഫ്ലെക്സിബിലിറ്റി. ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഈസ് ഫ്ലെക്സിബിൾ, സോ ചേഞ്ചസ് ക്യാൻ ബി മെയ്ഡ്. വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സിസ്റ്റമാണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് മാറ്റങ്ങൾ ഇതിനകത്ത് വരുത്താവുന്നതാണ്. സ്കോപ്പ് ഫോർ എക്സ്പാൻഷൻ. ദെയർ ഈസ് സ്കോപ്പ് ഫോർ എക്സ്പാൻഷൻ. The functional division doesn't adversely affect coordination and control. അവിടെ എക്സ്പാൻഷനുള്ള സാധ്യത നല്ലോണം ഉണ്ട്. The functional division doesn't adversely affect coordination and control. ഫങ്ഷണൽ ഡിവിഷൻസ് അതിൻ്റെ കോർഡിനേഷനോ അല്ലെങ്കിൽ കൺട്രോളിനോ ഒന്നും മോശമായിട്ട് ദോഷകരമായിട്ട് ബാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള എക്സ്പാൻഷൻ ഇവിടെ സാധ്യമാണ്.
ദെൻ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. Violation of unity of command. Subordinates get directions and orders from different functional managers. This violates the principle of unity of command. യൂണിറ്റി ഓഫ് കമാൻഡ് എന്നുള്ള പ്രിൻസിപ്പിൾ ഇത് വയലേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം വിവിധ ഫങ്ഷണൽ മാനേജേഴ്സിൽ നിന്നും ഓർഡറുകളും ഡയറക്ഷൻസും സബോർഡിനേറ്റ് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഒന്നിൽ കൂടുതൽ ബോസ് ഒരു സബോർഡിനേറ്റിനുള്ള അവസ്ഥയാണ് ഇത്തരം സ്ഥാപനങ്ങളിൽ ഉണ്ടാവുക. The lack of coordination. There are separate function department. It is difficult to coordinate the diverse activities of number of functional departments. മുഴുവൻ വർക്കുകളെയും ഒരുപാട് ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റുകളാക്കിയിട്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഈ ഓരോരോ ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റും ചെയ്യുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ആക്ടിവിറ്റീസിനെ എല്ലാം തന്നെ കോർഡിനേറ്റ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. Complex relationship. The relationships are very complex. There are too many cross relationships between departments and individuals. This makes the situation work. ഇവിടെ റിലേഷൻഷിപ്പ് വളരെ കോംപ്ലക്സ് ആണ്. നമ്മൾ പറഞ്ഞ് 3 രീതിയിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്. ലൈൻ അതോറിറ്റി റിലേഷൻഷിപ്പ് ഉണ്ട്, അങ്ങനെ. അപ്പോൾ ഇങ്ങനെ പല ഡിഫറെൻ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഓർഗനൈസേഷനകത്തുണ്ട്. ക്രോസ് റിലേഷൻഷിപ്പ് ഉണ്ട് അല്ലേ. ഒരു ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്ക് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഇൻസ്ട്രക്ഷൻ മറ്റോ കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു കണക്ഷൻ ഉണ്ട്. സ്വന്തം ഡിപ്പാർട്ട്മെൻറ്റിൽ കാര്യങ്ങൾ കൈമാറ്റം ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെല്ലാം തന്നെ ഒരു ലൈൻ വെച്ചൊന്ന് മാർക്ക് ചെയ്ത് നോക്കും. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു നെറ്റ്വർക്കാണ് നമുക്ക് കിട്ടുക. അപ്പം there are too many close relationship between between departments and individuals. ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെയും ഇൻഡിവിജ്വൽസിൻ്റെയും ഇടയിൽ ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ട്. ദിസ് മേക്സ് ദ സിറ്റുവേഷൻ വേക്ക്. ഇത് ആകെ സിറ്റുവേഷൻ ആകെ അൺക്ലിയർ ആക്കും. ആരോടൊക്കെ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ഇടയാക്കും എന്നാണ് പറയുന്നത്. Conflicts. There are number of specialists of equal rank, so there are chances of clash and conflicts. ക്ലാഷ് ഉണ്ടാവാൻ, കോൺഫ്ലിക്ട്സ്, തർക്കങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഒരേ റാങ്കിലുള്ള വിവിധ മേഖലകളിൽ സ്പെഷ്യലിസ്റ്റുകളായിട്ടുള്ളവരാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ എല്ലാവർക്കും കുറഞ്ഞു കൊടുക്കാത്തയും മറ്റും ഇഷ്യൂസ് എല്ലാം അവിടെ ഉണ്ടാവും. Delay in decision making. Several functional managers are to be consulted on a single issue. ഒരു കാര്യത്തിന് തന്നെ ഒരു പ്രശ്നം കൈകാര്യം ചെയ്യണമെങ്കിൽ തന്നെ ഒന്നിൽ കൂടുതൽ ഫങ്ഷണൽ മാനേജേഴ്സിൻ്റെ അടുത്ത് നമ്മളത് കൺസൾട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അവരുടെ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കേണ്ടതായിട്ട് വരും. സോ അതിന് ഒരുപാട് സമയമെടുക്കും. അപ്പോൾ ഇറ്റ് വിൽ കോസ് ഡിലേ ടു ടേക്ക് ഡിസിഷൻസ്. അപ്പോൾ തീർച്ചയായിട്ടും തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഒരുപാട് ഡിലേ വരും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രോബ്ലം. ദെൻ ഓവർലാപ്പിംഗ് ഓഫ് അതോറിറ്റി ആൻഡ് ഡിവിഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി. എ വർക്കർ റിസീവ്സ് ഓർഡർ ഫ്രം ഡിഫറെൻറ്റ് ബോസസ്. ഒരു വർക്കർക്ക് വിവിധ ബോസുകളിൽ നിന്നും ഓർഡർ ലഭിക്കും. സോ ഹീ ഈസ് അക്കൗണ്ടബിൾ ടു ഓൾ ദീസ് ഫങ്ഷണൽ ബോസസ്. അയാൾ ഈ പറയുന്ന എല്ലാ ഫങ്ഷണൽ ബോസിനോടും അക്കൗണ്ടബിൾ ആണ്. എല്ലാവരോടും അയാൾ ആൻസർ ചെയ്യണം. എല്ലാവരും പറയുന്നതും അയാൾ അനുസരിക്കേണ്ട ഒരു അവസ്ഥയാണ് അവിടെ വരിക. സോ ഇറ്റ് ലീഡ്സ് ടു ഓവർലാപ്പിംഗ് ഓഫ് അതോറിറ്റി. ഇവിടെ അതോറിറ്റിയുടെ ഓവർലാപ്പിംഗിലേക്ക് ഇത് നയിക്കും അല്ലേ. ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് ഒരു വ്യക്തിയിൽ അതോറിറ്റി ഉണ്ടാകുന്ന സിറ്റുവേഷനാണ് അവിടെ ഉണ്ടാക്കുന്നത്. ആൻഡ് ഡിവിഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി ഡിവൈഡ് ചെയ്ത് പോകും. മറ്റേത് ഒരാൾ ഓർഡർ ചെയ്യുന്നു, ഒരാളത് അനുസരിക്കാനുള്ളൂ എങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആർക്കാണ് നമുക്ക് അസൈൻ ചെയ്യാൻ സാധിക്കും, ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ഇവിടെ പലരിൽ നിന്നായിട്ട് വന്ന് പലരോടായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നമുക്ക് പലരിലേക്കായിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്ന സിറ്റുവേഷനാണ് ഉണ്ടാക്കുന്നത്. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ ലൈൻ ഓർഗനൈസേഷൻ ആൻഡ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ. രണ്ടും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. ലൈൻ ഓർഗനൈസേഷനിൽ ദ അതോറിറ്റി ഫ്ലോസ് ഫ്രം ടോപ്പ് ടു ബോട്ടം. ഫ്ലോസ് എന്നാണ് ടോപ്പിൽ നിന്നും ബോട്ടത്തിലേക്ക്, താഴെ ലെവലിലേക്ക് ഫ്ലോ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ അതോറിറ്റി ഫങ്ഷണൽ ആണ്. ഫങ്ഷണൽ മാനേജർ ഹാസ് അതോറിറ്റി ഓവർ ഹിസ് ഫങ്ഷൻ. ഫങ്ഷണൽ മാനേജർക്ക് അയാളുടെ ഫങ്ഷനുമായി ബന്ധപ്പെട്ട മുഴുവൻ അതോറിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ്. ദർ ഈസ് ഡയറക്റ്റ് ചെയിൻ ഓഫ് കമാൻഡ്. ഇവിടെ ഡയറക്റ്റ് ചെയിൻ ഓഫ് കമാൻഡ് ആണുള്ളത്. അതായത് തൊട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് നിൽക്കുന്ന ബോസ് ഏതാണോ അവരിൽ നിന്ന് മാത്രം കമാൻഡ് ലഭിക്കുകയാണ് ചെയ്യുന്നത്. വേറൊരാളിൽ നിന്നും കമാൻഡ് സബോർഡിനേറ്റിന് ലഭിക്കുന്നില്ല. ദർ ഈസ് നോ ഡയറക്റ്റ് ചെയിൻ ഓഫ് കമാൻഡ്. ഇവിടെ ഡയറക്റ്റ് ചെയിൻ ഓഫ് കമാൻഡ് ഇല്ല. ഒരു സബോർഡിനേറ്റിന് അയാളുടെ ബോസിൽ നിന്നും കമാൻഡ് കിട്ടും, കൂടാതെ ഫങ്ഷണൽ ബോസിൽ നിന്നെല്ലാം കമാൻഡ് ലഭിക്കും. സോ ദർ ഈസ് നോ ഡയറക്റ്റ് ചേഞ്ച് ഓഫ് കമാൻഡ്. ദെൻ ദർ ഈസ് നോ സ്പെഷ്യലൈസേഷൻ. സ്പെഷ്യലിസ്റ്റ് ഇല്ല. സോ അവിടെ സ്പെഷ്യലൈസേഷൻ ഇല്ല. ഇവിടെ ഓരോരോ ഫംഗ്ഷനും ഓരോ സ്പെഷ്യലിസ്റ്റുകളെ, എക്സ്പേർട്ടുകളെയാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ സ്പെഷ്യലൈസേഷൻ ഉണ്ട്. പിന്നെ ലൈൻ ഓർഗനൈസേഷനകത്ത് ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ടു സ്മോൾ സ്കെയിൽ ഓർഗനൈസേഷൻ. ചെറിയ ഓർഗനൈസേഷൻ സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ് ലൈൻ ഓർഗനൈസേഷൻ. ഫങ്ഷണൽ ഓർഗനൈസേഷൻ ഈസ് സ്യൂട്ടബിൾ ടു ലാർജ് സ്കെയിൽ ഓർഗനൈസേഷൻ. ദെൻ ദർ ഈസ് സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ. ലൈൻ ഓർഗനൈസേഷൻ നമ്മൾ മിലിറ്ററി ടൈപ്പ് ഓർഗനൈസേഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ ആണുള്ളത്. തൊട്ട് മേലെയുള്ള ആളോട് മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവൂ. അവരിൽ നിന്നും
അതോറിറ്റി താഴേക്ക് മാത്രമേ പാസ് ചെയ്യുള്ളൂ, താഴോട്ട് മാത്രമേ കമ്മ്യൂണിക്കേഷൻ ഉള്ളൂ. അങ്ങനെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡിസിപ്ലിനാണ് അവിടെ ഉള്ളത്. ഇവിടെ ഫങ്ഷണൽ ഓർഗനൈസേഷൻ ലൂസ് ഡിസിപ്ലിനാണുള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആയിട്ടെല്ലാം റിലേഷൻഷിപ്പ് ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. ദെൻ ലൈൻ ഓർഗനൈസേഷനിൽ അഡ്മിനിസ്ട്രേഷൻ എഫിഷ്യൻ്റ് ആണ്. ദർ ഈസ് എഫിഷ്യൻ്റ് അഡ്മിനിസ്ട്രേഷൻ. അതേസമയം കാര്യക്ഷമമായിട്ട് നമുക്ക് അഡ്മിനിസ്ട്രേഷൻ നടത്താൻ സാധിക്കും. കൃത്യമായിട്ട് ഒരാളോട് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ഒരാൾക്ക് മാത്രം ഓർഡർ പോകുന്നു, അയാൾ മറ്റേയാളോട് മാത്രം ആൻസർ ചെയ്യേണ്ടി വരുന്നു. ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പോകും. അതേസമയം ഫങ്ഷണൽ ഓർഗനൈസേഷനിൽ ദർ ആർ ഓബ്സ്റ്റാക്കിൾസ് ഫോർ എഫിഷ്യൻ്റ് അഡ്മിനിസ്ട്രേഷൻ. കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന് ഒരുപാട് തടസ്സങ്ങളുണ്ട്. കാരണം എല്ലാ വർക്കേഴ്സിനും അവർക്ക് ഇൻസ്ട്രക്ഷൻസ് വിവിധ ഫങ്ഷണൽ മാനേജേഴ്സിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്നുണ്ട് അല്ലേ. എല്ലാവരോടും ഇവർ അക്കൗണ്ടബിൾ ആണ് താനും. അപ്പോൾ എല്ലാവരും പറയുന്നത് അനുസരിക്കണം. അപ്പോൾ ആര് പറയുന്നതാണ് ആദ്യം ചെയ്യേണ്ടത് എന്നുള്ള കൺഫ്യൂഷനും ഇങ്ങനെയുള്ള പ്രയാസങ്ങളിലെല്ലാം തന്നെ സബോർഡിനേറ്റ്സ് വർക്കേഴ്സ് എത്തിപ്പെടും. അതുകൊണ്ട് തന്നെ സുഗമമായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകുന്നതിന് ഒരുപാട് തടസ്സങ്ങൾ ഇത്തരം സ്ഥാപനങ്ങളിലുണ്ട്. ദെൻ ഇറ്റ് പ്രൊമോട്ട്സ് ബെറ്റർ കോർഡിനേഷൻ. ലൈൻ ഓർഗനൈസേഷൻ കോർഡിനേഷൻ വളരെ സാധ്യമാണ്. കൃത്യമായിട്ട് കറക്റ്റ് സ്ട്രിക്റ്റ് ആയിട്ടാണ് ഇത് പോകുന്നത്. അതുകൊണ്ട് കോർഡിനേഷൻ വളരെ ഈസിയാണ്. അതേസമയം ഫങ്ഷണൽ ഓർഗനൈസേഷൻ്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണത്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു അറ്റൈൻ കോർഡിനേഷൻ ആൻഡ് ടീം സ്പിരിറ്റ്. ടീം സ്പിരിറ്റ് അറ്റൈൻ ചെയ്യുന്നതിന്, അതുപോലെ തന്നെ കോർഡിനേഷൻ അറ്റൈൻ ചെയ്യുന്നതിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും. അതിനോടൊരു ഒറ്റ ടീമായിട്ടല്ല നിൽക്കുന്നത്, വിവിധ ഭാഗങ്ങളിൽ നിന്നെല്ലാം തന്നെ ഇൻഫർമേഷൻ വന്നുകൊണ്ട് ഒരു കൃത്യമായിട്ടൊരു ടീമില്ലാത്തൊരവസ്ഥയാണ് ഉണ്ടാക്കുന്നത്. സോ ടീം സ്പിരിറ്റിൻ്റെ അഭാവം കൂടെ ഇവിടെ ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ വീഡിയോക്കകത്ത് ഫങ്ഷണൽ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഓർഗനൈസേഷൻ മോഡൽസ് എന്താണെന്നുള്ളതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.